തായ്ലൻഡിൻ്റെ ആദ്യത്തെ ദിവസത്തെ രാത്രി പട്ടായയുടെ നൈറ്റ് ലൈഫ് എന്താണ് എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. പട്ടായയുടെ നൈറ്റ് ലൈഫ് കേട്ടതിലുപരി കണ്ടറിഞ്ഞ ഒരനുഭവം തന്നെയായിരുന്നു. രാത്രി 11:30 ഫ്ലൈറ്റിന് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് കയറി തായ്ലൻഡിലെത്തിയത് രാവിലെയാണ്. നേരെ ഞങ്ങൾ ടൈഗർ ടോപ്പിയിൽ പോയി ടൈഗറിൻ്റെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. അവിടുന്ന് കുറച്ച് മൃഗങ്ങളെയൊക്കെ കണ്ടു. അതിനുശേഷം ഞങ്ങൾ ഹോട്ടലിലേക്ക് വന്നു. അയ്യാറ ഗ്രാൻഡ് ഹോട്ടലിലാണ് ഞങ്ങളുടെ സ്റ്റേ ഉണ്ടായിരുന്നത്. അവിടെ വന്ന് എല്ലാവരും കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഈവനിങ് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി എല്ലാവരും ചെറുതായിട്ടൊന്ന് എൻജോയ് ചെയ്തതിന് ശേഷം നൈറ്റ് ലൈഫിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പട്ടായയെക്കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് അതിൻ്റെ നൈറ്റ് ലൈഫാണ്. പക്ഷെ നേരിൽ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഒരു നഗരത്തെ ഒരു വശം മാത്രം നോക്കി വിലയിരുത്താൻ പറ്റില്ല എന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവരും വിചാരിക്കും പല സ്ഥലങ്ങളെക്കുറിച്ചും പല ആളുകളെക്കുറിച്ചും പല സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ കേട്ടത് സത്യമാണെന്ന്. പക്ഷേ അത് കണ്ട് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഒരു വശം മാത്രം നോക്കിയോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടോ നമ്മളൊന്നും വിലയിരുത്താൻ പാടില്ല. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് മാത്രം നമ്മൾ വിശ്വസിക്കുക. സൂര്യൻ മറഞ്ഞാൽ പട്ടായ ഉണരുന്നു. വർണ്ണാഭമായ ലൈറ്റുകൾ, സംഗീതം നിറഞ്ഞു നിൽക്കുന്ന തെരുവിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ, തെരുവ് ഭക്ഷണത്തിൻ്റെ സുഗന്ധം, ഷോപ്പിംഗ്, മസാജ് സെൻ്ററുകൾ എല്ലാം ചേർന്നിട്ട് ക്ലബ്ബുകൾ എല്ലാം ഒരു വലിയ ആഘോഷമായിട്ട് മാറുന്ന സമയമാണ് രാത്രി. അതുകൂടാതെ തെരുവിലൊക്കെ സ്ട്രീറ്റ് മ്യൂസിക്കായിട്ടും മാജിക് ഷോസായിട്ടും ഓരോരുത്തരും അവരവരുടെ കഴിവുകളൊക്കെ കാണുന്നു. അങ്ങനെ അവരുടെ ജീവിതം മുമ്പോട്ട് നയിക്കുന്നു. പലതരത്തിലുള്ള കാഴ്ചകളാണ് നമ്മൾ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ കാണുന്നത്. പട്ടായയുടെ ഈ വാക്കിംഗ് സ്ട്രീറ്റിൽ പല സ്ഥലങ്ങളിലും പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പലർക്കും പട്ടായയെക്കുറിച്ച് ചില മുൻവിധികളുണ്ട്. പക്ഷേ ജീവിതത്തിൽ എല്ലായിടത്തും പോലെ ഇവിടെ എന്താണ് അന്വേഷിക്കുന്നത് എന്നാണ് അനുഭവത്തെ നിർണ്ണയിക്കുന്നത്. തെറ്റായ ഉദ്ദേശത്തോടെ പോകുന്നവർക്ക് അത്തരത്തിലുള്ള ഇടങ്ങൾ കണ്ടെത്താൻ കഴിയും. അത് പട്ടായ തന്നെ വേണമെന്നില്ല, എവിടെ പോയാലും. എന്നാൽ അതുകൊണ്ട് നമ്മൾ കേട്ടിരിക്കുന്നത് വെച്ചിട്ട് ഒരു നഗരത്തെയും അങ്ങനെ മാത്രം കാണുന്നത് ശരിയല്ല. ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ് പട്ടായയിൽ നൈറ്റ് ലൈഫ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. രാത്രി വൈകി കുട്ടികളോടൊപ്പം നടക്കാനും ഷോപ്പിംഗ് നടത്താനും പിന്നെ സ്ട്രീറ്റ് ഫുഡുകളൊക്കെ ഒരുപാട് വെറൈറ്റി സ്ട്രീറ്റ് ഫുഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ ആസ്വദിക്കാനും പട്ടായ നഗരത്തിൻ്റെ പ്രകാശ ഭംഗി ആസ്വദിക്കാനും യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള സഞ്ചാരികളും കുടുംബങ്ങളും സുഹൃത്തുക്കളും സന്തോഷത്തോടെ സമയം ചെലവഴിക്കുന്നത് കാണുമ്പോൾ ഓരോരുത്തരും തങ്ങളുടെ രീതിയിൽ ജീവിതം ആഘോഷിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മനസ്സിലാവും. ഒരു യാത്ര നമ്മളെ പഠിപ്പിക്കുന്നത് കേട്ടറിഞ്ഞ അഭിപ്രായങ്ങൾക്കും അപ്പുറം സ്വന്തം അനുഭവങ്ങൾക്ക് വില നൽകാനാണ്. ഈ പട്ടായയുടെ നൈറ്റ് ലൈഫ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അതായിരുന്നു. പട്ടായയും അങ്ങനെ തന്നെയായിരുന്നു. ചിലർക്ക് നൈറ്റ് ലൈഫിൻ്റെ നഗരം, ചിലർക്കത് വിനോദത്തിൻ്റെ നഗരം. ഞങ്ങൾക്കത് മനോഹരമായ ഞങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പമുള്ള ഒരു കുടുംബയാത്രയുടെ മറ്റൊരു നല്ല ഓർമ്മയായിരുന്നു. യാത്രകൾ സ്ഥലം മാത്രം കാണിക്കുന്നതിലല്ല, അവിടുത്തെ മനുഷ്യരെയും സംസ്കാരത്തെയും ജീവിതത്തെയും കാണുന്ന നമ്മുടെ കാഴ്ചപ്പാടിനെയും മാറ്റിമറിക്കുന്നു എന്നതാണ് യാത്രയുടെ യഥാർത്ഥ സൗന്ദര്യം. ഈ പട്ടായ നൈറ്റ് ലൈഫിൽ നമ്മൾ വിചാരിക്കുന്നതിലപ്പുറം പലതരത്തിലുള്ള എൻ്റർടൈനിങ് ആക്ടിവിറ്റീസൊക്കെ റോഡിൻ്റെ സൈഡിലൊക്കെ ഉണ്ട്. പിന്നെ പല പല ക്ലബ്ബുകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ മാത്രം കയറിയാൽ മതി. വേണ്ടാത്തവർ അല്ലാതെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പോകുന്നു. അങ്ങനെയുണ്ട്. അതുകൊണ്ട് തന്നെ പട്ടായയെക്കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ആ നെഗറ്റീവ് ചിന്താഗതിയൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഉറപ്പായിട്ടും ഫാമിലിയായിട്ട് തന്നെ പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പട്ടായ. ഞങ്ങൾ ഈ പാക്കേജ് എടുത്തിരിക്കുന്നത് ഡ്രീംഫീൽ ഇൻ്റർനാഷണൽ വഴിയായിരുന്നു. ശരിക്കും 5 ദിവസത്തെ ടൂർ പാക്കേജാണ് ഞങ്ങൾ എടുത്തത്. ഏകദേശം ഒരു മാസത്തെ ഡിസ്കഷന് ശേഷമാണ് ഞങ്ങൾ
എവിടെയൊക്കെ പോകണം, എന്തൊക്കെ കാണണം, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ ഡിസിഷനായത്. പക്ഷേ ഡ്രീം ഫീൽഡ് വഴി എടുത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അവർ ഞങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്ത് മാക്സിമം സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് ഈ 5 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റി. പിന്നെ പല വ്ളോഗർമാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഭയങ്കര ചീപ്പായിട്ട് പോയി വരാവുന്ന ഒരു സ്ഥലമാണ് തായ്ലൻഡ് എന്ന്. പക്ഷേ തായ്ലൻഡ് ട്രിപ്പ് എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എക്സ്പെൻസീവ് തന്നെയാണെന്ന്. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇവിടം കൊണ്ട് തീർന്നു. ഇനിയുള്ള വീഡിയോസിൽ അടുത്ത ദിവസത്തെ കാഴ്ചകളൊക്കെ ആയി കാണാം.